എല്ലാം ദൈവത്തിൽ സമർപ്പിച്ച് പള്ളികളിൽ ഭജനമിരിക്കുന്നതിനെയാണ് ഇഹ്തികാഫ് എന്ന് പറയുന്നത്. പ്രവാചകൻ അവസാനത്തെ 10 മുഴുവൻ പള്ളിയിലായിരുന്നു കഴിഞ്ഞിരുന്നത്. ഖുർആൻ പാരായണവും പ്രാർത്ഥനകളും നമസ്കാരവുമായി റമദാനിൻ്റെ രാപ്പകലുകൾ പള്ളിയിൽ താമസിക്കുകയാണ് വിശ്വാസികൾ. സന്യാസത്തിനെതിരാണ് ഇസ്ലാം. പക്ഷേ ആ സന്യാസത്തിന് അനുകൂലമായ ഒരു 10 ദിനങ്ങളെ സൃഷ്ടിക്കുകയാണ് ദൈവം തമ്പുരാൻ ഈ ലാസ്റ്റ് 10 അവസാന 10ലൂടെ ചെയ്യുന്നത്. ആത്മീയമായ വളർച്ചയ്ക്ക് വേണ്ടി, അതുപോലെ തന്നെ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ വേണ്ടി ദിക്റുകളും ദുആകളും ഖുർആൻ പാരായണങ്ങളും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളുമായി പിന്നെ ആരാധനകളിലൂടെ ഒരുപാട് കൂടുതൽ അള്ളാഹുവിലേക്ക് അടുത്ത് ജീർണതകളിൽ നിന്ന് മുക്തമായി ഒരു 10 ദിവസം കഴിയുമ്പോൾ റമദാൻ വിട പറയുമ്പോൾ ഒരു പുതിയ മനുഷ്യനായി വരാനുള്ള ഒരു ആതിഥ്യം തന്നെയാണ് ദൈവത്തിൻ്റെ ആതിഥ്യം തന്നെയാണ് ഇഹ്തികാഫ്. സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരും തങ്ങളുടെ എല്ലാ ഇച്ഛകളും മാറ്റിവെച്ചാണ് പള്ളികളിലെത്തുന്നത്. 1000 മാസങ്ങളെക്കാൾ പുണ്യമുള്ള ദിനമെന്ന് ഖുർആനിൽ പറഞ്ഞ ലൈലത്തുൽ ഖദർ അവസാന 10ലാണ്. ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചാണ് വിശ്വാസികൾ കൂട്ടത്തോടെ പള്ളികളിലെത്തുന്നത്. തങ്ങളുടെ പാപങ്ങൾ പുറത്ത് നരകമോചനം നൽകുകയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യണമെന്നാണ് അവസാന 10ൽ വിശ്വാസികൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. ഖിയാമുൽ ലൈൽ എന്ന പാതിരാ നമസ്കാരവും സംഘടിതമായി പള്ളികളിൽ നടക്കുന്നു. രാത്രികളിലാണ് അധികം ആളുകളും പള്ളികളിൽ ഇഹ്തികാഫിനായി എത്തുന്നതെങ്കിലും അവസാന 10 മുഴുവൻ പള്ളികളിൽ ചിലവഴിക്കുന്നവരുമുണ്ട്. പാപങ്ങളില്ലാത്ത മനുഷ്യനാവുക എന്നാണ് 10 ദിവസത്തെ ഇഹ്തികാഫിലൂടെ മുസ്ലിങ്ങൾ ലക്ഷ്യം വെക്കുന്നത്. സാജിദ് അജ്മൽ, മീഡിയ 1, പാലക്കാട്.